എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗാർഹിക പീഡനത്തിന്റെ കേസുകളൊക്കെ നമ്മുടെ നാട്ടിൽ കൂടി വരികയാണ്. ഗാർഹിക പീഡനം സഹിക്കാൻ പറ്റാത്ത ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ ആൾക്കാരെ പിടിച്ചു വിളിക്കിയ ഒരു സംഭവമായിരുന്നു ഏറ്റുമാനൂർ റെയിൽവേ ട്രാക്കിൽ മരിച്ച ഷൈൻ ചേച്ചിയും കുഞ്ഞുങ്ങളും. ഇനി മറ്റൊരാളുടെ ജീവിതത്തിൽ അത് ഉണ്ടാവരുതെന്ന് നമ്മൾ ഏറെ ആഗ്രഹിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവരെ ഈ മരണത്തിലേക്ക് തള്ളിവിട്ട ആൾക്കാർക്ക് ശിക്ഷ കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു. എന്നാൽ അതേ സ്ഥലത്ത് കോട്ടയം ഏറ്റുമാനൂർ എന്ന് പറയുന്ന അതേ സ്ഥലത്ത് തന്നെ ഇപ്പോൾ ജിസ്മോളും 2 കുട്ടികളും മരിച്ചു. ഒരു ഗാർഹിക പീഡനത്തിന്റെ എക്സ്ട്രീം ലെവലിൽ എത്തി നിന്നുകൊണ്ടാണ് ഇവരൊക്കെ മരിച്ചത്. ഒരു കുറ്റവാളിക്ക് കിട്ടുന്ന ശിക്ഷ തന്നെയാണ് കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവർക്കും. അതുപോലെ ഇവരെ ഈ ആത്മഹത്യയിലേക്ക് നയിച്ചവരെയും കൂടി ഈ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും നല്ല രീതിയിൽ ഒരു അന്വേഷണമോ കാര്യങ്ങളോ നടന്നിട്ടില്ല. അതോടൊപ്പം ഒരു CCTV പരിശോധനകൾ നടന്നിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. അഡ്വക്കേറ്റ് ജിസ്മോളും മക്കളും മരിച്ചിട്ട് ഇപ്പം എത്ര ദിവസം കഴിഞ്ഞു, എന്നിട്ട് പോലും ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും പുറത്തു വന്നിട്ടില്ല. ഇതിനൊക്കെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ഇവരിങ്ങനെ തള്ളി നീക്കുമായിരിക്കും. അതാണ് പണത്തിന്റെ പവർ എന്ന് പറയുന്നത്. പണം കൊടുത്താൽ എന്ത് സാധിക്കാം എന്നതിനൊരു ഉദാഹരണം കൂടിയാണ് ഇതൊക്കെ. അവരാണേല് പൈസ എറിഞ്ഞിട്ടാണ് ഈ കേസൊക്കെ ഒതുക്കാൻ നോക്കുന്നത്. എന്നാൽ ഈ ജിസ്മോളെ കുറിച്ച് പറയാൻ അവരുടെ വീട്ടിലും സാമ്പത്തികം ഉള്ളവരാ. അതുകൊണ്ട് തന്നെ അവർ ശക്തമായി തന്നെ മുമ്പോട്ട് പോവുകയാണ്. എന്നിട്ട് പോലും അവർക്കൊരു നീതിയോ അല്ലെങ്കിൽ പോട്ടെ ഈ കേസിനെ കുറിച്ച് അന്വേഷിക്കാട്ടെ യാതൊരു തരത്തിലുള്ള ഒരു മൂവ്മെന്റ് ഒരിടത്തു നിന്ന് ഉണ്ടാവുന്നില്ല. അതെന്തുകൊണ്ടാണ്? അപ്പൊ അങ്ങനെയൊക്കെ ഈ പൈസ ഉള്ളവരുടെ അടുത്ത് പോലും നടക്കുന്നില്ലെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എത്രയായിരിക്കും? ഇതുപോലെ ആരും അറിയാതെ മരണപ്പെട്ടവർ എത്ര പേരുണ്ടായിരിക്കും? അതെത്ര വേദനാജനകമാണെന്ന് ഓർത്തു നോക്കിക്കേ. ജിസ്മോളെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിലാർക്കും തന്നെ അറിയാം അഡ്വക്കേറ്റ് ജിസ്മോളെ. ഹൈക്കോർട്ട് വക്കീലൊക്കെയാണ്. അതുകൊണ്ട് എല്ലാവർക്കും അറിയാം. എന്നാൽ എല്ലാവരും നാട്ടുകാരെല്ലാം ഒന്നടങ്കം ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ജിസ്മോള് മരിച്ചു? അല്ലെങ്കിൽ ഈ തരത്തിലും ആത്മഹത്യ ചെയ്യേണ്ട ഒരു പെൺകുട്ടിയല്ല അവര്, അത്രയ്ക്ക് സ്ട്രോങ് ആണെന്നാണ് അവർ പറയുന്നത്. ആ നാട്ടുകാരെല്ലാം ഇപ്പോൾ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. ഈ ജിസ്മോളെയും കുഞ്ഞുങ്ങളെയും മരണത്തിലേക്ക് തള്ളിവിട്ട കാരണം എന്താണ്? ആ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ തന്നെ അവരെ ആരൊക്കെ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് അവരൊരു സമരമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അവർക്കൊരു ബിഗ് സല്യൂട്ട്. ഇത് ചെയ്തവരുണ്ടായെങ്കിൽ അവർ പുറത്തു വരണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ എല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്ന് ഒരുമനപ്പെട്ട് ഒരൊറ്റക്കെട്ടായിട്ട് നിന്നിട്ട് അവർ സമരം ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഈ സമരത്തിന്റെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ കേരളീയം ചാനലാണ് പുറത്തുവിട്ടിരിക്കുന്നത്. നമുക്ക് അവരുടെ പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ അവരുടെ നാട്ടുകാർക്കൊക്കെ ഇതിൽ എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. അല്ല, നമ്മുടെയൊക്കെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരുന്ന ഒരു വികാരം, കുറച്ച് ദിവസങ്ങളായിട്ട് പുകഞ്ഞുകൊണ്ടിരുന്ന വികാരം തമ്മിൽ സംസാരിച്ചും പരസ്പരം സംസാരിച്ചും ആശങ്കകൾക്ക് ഒരു പരിഹാരമില്ല എന്ന് കണ്ടെത്തിയ സ്ഥിതിക്ക് നമ്മളൊരു കൂട്ടമായിട്ട് തന്നെ ഇറങ്ങി. എന്താണ് അടുത്ത നടപടി? എന്താണ് ഇതുവരെ സംഭവിച്ചത്? എന്തൊക്കെയാണ് ഇതുവരെ സംഭവിച്ചിരിക്കുന്നത്? നമുക്ക് ഇതിനൊന്നും ഇതുവരെയും ഒരു തരത്തിലുള്ള ഔദ്യോഗികമായ വിശദീകരണങ്ങളും കിട്ടിയിട്ടില്ല. ഇവിടെ നിൽക്കുന്ന ആർക്കും തന്നെ ഔദ്യോഗികമായ ഒരു വിശദീകരണങ്ങളും കിട്ടിയിട്ടില്ല. അവരെയാണ് നമുക്ക് പെട്ടെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ ഒരു നഷ്ടപ്പെടലിന്റെ വേദന എങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു, അതിന്റെ പിന്നിൽ ആര്, ഇനി എന്താണ് അടുത്ത നടപടി, ഇത് അറിയാനായിട്ടാണ് നമ്മൾ ഇത്രയും പേര് ഇവിടെ കൂടിയിരിക്കുന്നത്. ഇതിൽ നമുക്കറിയാം, നമ്മൾ ഈ കൂടെ ആരും ഒരു ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ നമ്മളെല്ലാവരും കൂടിയിരിക്കുന്നതാണ്. നമ്മൾ നീർക്കാട് നിവാസികൾ എന്ന ഒറ്റ ലെവലിലാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ആ ഒരു ലെവലിലാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സ്ത്രീ പുരുഷന്മാരും നിൽക്കുന്നത്. അപ്പോൾ അതോടൊപ്പം നമുക്കറിയാം, ഇവിടെ പോലീസിൽ നമ്മൾ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. നമ്മൾ തികച്ചും സമാധാനപരമായിട്ട് നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഒരു തുടക്കം, ഒരു സൂചന മാത്രമാണിത്. എന്താണെന്ന് അറിയാനുള്ള നമ്മുടെ ആഗ്രഹത്തിന്റെ ആദ്യത്തെ സൂചനയാണിത്. ഇത് വിജയിക്കുന്നതോടൊപ്പമാണ് നമ്മൾ അടുത്ത നടപടികളിലേക്ക് പോയി നമ്മൾ ഇതിന്റെ ഫലം വരെ കാണാൻ നമ്മളെല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങൾ എല്ലാവരും ഒപ്പം ഉണ്ടാവണമെന്നാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരും അഭ്യർത്ഥിക്കാനുള്ളത്. അവർ പറഞ്ഞ ഇതൊരു തുടക്കം മാത്രമാണെന്നാണ്, അതായത് ഒരു സൂചന മാത്രം. ഈ സമരം ചെയ്യുന്നതോടൊപ്പം അവർ സർക്കാരിനെ ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ പോലീസിനോട് ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തമായ രീതിയിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു അന്വേഷണം വേണം, അല്ല എങ്കിൽ ഈ സമരം ഈ തരത്തിൽ നിൽക്കത്തില്ല, ഇനിയും ഇതിലും ശക്തമായ രീതിയിൽ പോകും എന്ന തരത്തിൽ ഒരു സൂചനയായിട്ട് മാത്രമാണ് ഈ സമരം ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. കൈ മുറിച്ച ഒരു വ്യക്തി ആ കൈയും കൊണ്ട് ഈ 2 കുഞ്ഞുങ്ങളെയും വണ്ടിയിലിരുത്തി എങ്ങനെ വണ്ടി ഓടിച്ചു പോകും? അതോടൊപ്പം അവരുടെ ശരീരത്തേറ്റ പാടുകൾ, പൊള്ളലിന്റെ പാടുകൾ, ഇതൊക്കെ എവിടെ നിന്ന് വന്നു? ആ പുഴയിൽ പൊങ്ങിക്കിടക്കുമായിരുന്നു. അതായത് എങ്ങനെയാണ് വീണ ഉടനെ തന്നെ ഒരാൾ പൊങ്ങി വരിക? കാരണം അത് ശ്വാസകോശത്തിലൊക്കെ വെള്ളം കയറിയാൽ മാത്രമാണ് ഒരാൾ വെള്ളത്തിനടിയിലേക്ക് പോകത്തുള്ളൂ, അതായത് മുങ്ങി താഴുക എന്ന് പറയത്തുള്ളൂ. അല്ലാത്ത പക്ഷം ആർക്കും അങ്ങനെ മുങ്ങിയൊന്നും പെട്ടെന്നൊന്നും താഴ്ന്നു പോകാൻ പറ്റത്തില്ല. പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് അവരുടെ ശരീരം പൊങ്ങി വന്നത്? അതിനൊരു സമയമുണ്ടല്ലോ, ഒരു 24 മണിക്കൂർ പോലും കഴിഞ്ഞിട്ടില്ല, അതിനു മുമ്പ് തന്നെ അവരുടെ ശരീരം പൊന്തി വന്നു എന്ന് പറയുമ്പോൾ അതിലും ഒരു ദുരൂഹതയില്ലേ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ഈ കേരളീയൻ ചാനലിൽ തന്നെ
അവർ പ്രതികരിക്കുകയാണ് നാട്ടിലുള്ളവർ. നമുക്ക് ഇതിൻ്റെ സത്യം അറിയണം, എന്താണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്, ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ, അങ്ങനെയൊന്നും മരിക്കുന്ന ഒരു വ്യക്തിയല്ല ജിസ്മോൾ എന്ന് പറയുന്ന വ്യക്തി. അതോടൊപ്പം നിറത്തിൻ്റെ പേരിൽ അവർ വളരെ വിവേചനം കാണിച്ചിരുന്നവരാണ് പൊതുവെ. അതായത് നാട്ടുകാർ തന്നെ പറയുകയാണ് അവർക്ക് പൈസയുടെ ഭയങ്കര ഹുക്കുള്ളവരായിരുന്നു. നിറത്തിന്റെ പേരിൽ ആ ടീച്ചർ കറുത്തിട്ടായിരിക്കുന്നത്, എന്നാൽ പോലും നിറത്തിന്റെ പേരിൽ ഭയങ്കര വിവേചനം കാണിച്ചിരുന്നവരായിരുന്നു എന്നൊക്കെ. അപ്പൊ നമുക്ക് ആ വാർത്തയും കൂടി ഒന്ന് കേട്ടു നോക്കാം. ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നൊക്കെ സംശയമുണ്ട്. ഇപ്പം ഇവിടുന്ന് കൈയൊക്കെ മുറിച്ച് ഒരു പെണ്ണ് സ്കൂട്ടർ എടുത്ത് 2 പിള്ളേരായിട്ട് പോകാന്നൊക്കെ പറഞ്ഞാൽ അത് അവിശ്വസനീയമാണ്. പിന്നെ ഈ ബോഡി കണ്ടവരൊക്കെ പറയുന്നത് വെള്ളത്തിൽ പൊങ്ങിടക്കുമായിരുന്നു, അപ്പം 24 മണിക്കൂർ കഴിയാൻ പൊങ്ങുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് സത്യവാദം അറിയണം. അതറിയാമെങ്കിൽ പോലീസ് അന്വേഷിക്കണ്ടേ. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഇതുവരെ ഇവരെ ചോദ്യം ചെയ്യുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് എത്ര നാളായിട്ട്, ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞല്ലോ. ഇവരെ ഈ പ്രതികളാന്ന് പറയുന്നവരെ ചോദ്യം ചെയ്യുകട്ടെ, ഇവിടെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കട്ടെ, ഒന്നും പോലീസിന്റെ ഭാഗത്ത് ഒരു നടപടി ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇന്നലെ കൂടി പെട്ടെന്ന് തീരുമാനിച്ചാണ്, എല്ലാവരും കൂടി തീരുമാനിച്ച് ഇങ്ങനെ ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പം ഇനിയിപ്പോൾ 29 തീയതി അവർ മുഖ്യമന്ത്രിയുടെ പരാതി കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അല്ല, അവർ അവിടെ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് ന്യായമായിട്ട് പെണ്ണിനെ ഭയങ്കര പീഡനമായിരുന്നാണ് പറയാൻ കഴിയും. ഇവർ അങ്ങനെ ആരും പുറത്തോട് അങ്ങനെ അങ്ങോട്ട് അതിന് ടച്ചില്ല അവർക്ക്. ഈ ചെറുക്കനാണല്ലോ ആരോടും അങ്ങനെ വേണ്ടതൊന്നുമില്ല നാട്ടിൽ. ഈ പെൺകൊച്ചാണെങ്കിലും അങ്ങനെയൊന്നും പുറത്തോട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആർക്കും അറിയത്തില്ല. ഒന്നാമത് ഇവിടെ ഉള്ളിൽ കയറിയിരിക്കാൻ ആർക്കും അറിയത്തില്ല. അത് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം കാണണ്ടേ. അത്രയും കഴിവുള്ള ഒരു പെൺകുട്ടി അങ്ങനെ ചെയ്യണമെങ്കിൽ അതിന് തക്കതായ കാരണം വേണമല്ലോ. അതെന്താണെന്ന് ഞങ്ങൾക്ക് അറിയണം, അത്രേ ഉള്ളൂ. സത്യം അറിയണം. അവരെ ചെയ്യുന്നവർ തന്നെ. അവരെ പറ്റി നല്ല അഭിപ്രായമൊന്നുമല്ല. അവരൊക്കെ ഈ പണ്ട് പോലെ കാശൊക്കെ ഉള്ളതുകൊണ്ട് പറ്റവരുള്ള ഒരു പുച്ഛവും അങ്ങനെയൊക്കെ സമീപമുള്ളവർ തന്നെ. അങ്ങനെ എല്ലാ സാമ്പത്തികം അങ്ങനെ നോക്കി ചിന്തിക്കുന്ന ആൾക്കാർ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ല, ഒരു ക്ലാസ്സിൽ അന്ന് കണക്കായിരുന്നു. അവർക്ക് അന്ന് ഈ നിറവ്യത്യാസം ഒരുപാടുള്ള ആളാണ്. ശരിക്കും കാണിക്കുന്ന ഒരു ടീച്ചറായിരുന്നു. അവർക്ക് അറിയില്ല, പക്ഷേ അവരങ്ങനെയായിരുന്നു. അങ്ങനത്തെ സ്വഭാവം അവർക്കുണ്ട്. അറിയാം. ഇല്ല, ജിസ്മോളും അങ്ങനെ സംസാരിച്ചില്ല, കണ്ടിട്ടില്ല, അങ്ങനെ കണ്ടിട്ടില്ല. ടീച്ചർമാർക്കുള്ള അഭിപ്രായം ഇപ്പം എനിക്കറിയില്ല. നമുക്ക് നാട്ടുകാർക്കൊന്നും അങ്ങനെ അഭിപ്രായമൊന്നുമില്ല. അത് ഇല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അല്ലല്ല, അതിന് മുമ്പ് തന്നെ അവർക്ക് നല്ല അഭിപ്രായം ആർക്കൊന്നുമില്ല. പുള്ളിക്കാരനെ കുറിച്ച് അത്ര വലിയൊന്നും ഇല്ലെങ്കിലും പുള്ളിക്കാരെ അത്ര നല്ലതൊന്നും അല്ലായിരുന്നു. നമുക്കറിയാം. ആ പിള്ളേരാണെങ്കിലും വലിയ ചാടൊക്കെ കളിച്ച് നടക്കാൻ നാട്ടുകാരോട് കൊണ്ടുപോകും അങ്ങനെ ചെയ്യുന്നവരൊന്നും അല്ല. അങ്ങനെയൊന്നും അവർ പറയുന്നുണ്ട്. അവർ പറഞ്ഞു അന്നേരം നമ്മളിതൊക്കെ അറിയുന്നത് ആവശ്യം ഉണ്ടാവില്ലായിരുന്നു. ആരെങ്കിലും ഈ പള്ളിയിലൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നവരോടൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു. ജിസ്മോടെ സഭാടക്കുന്നതിന് മുമ്പ് ഈ ചെയ്തവരെ ഇതിന് ഉത്തരവാദിയായവരെ പിടിച്ച് സ്റ്റേഷനിലിട്ടേനെ. ഞങ്ങളെ പോലെയുള്ള ഒരു പാവങ്ങളായിരുന്നെങ്കിൽ അവർക്ക് കാശുള്ളതുകൊണ്ടായിരിക്കും ഇത് ഒതുങ്ങിപ്പോയത്. ഞങ്ങൾക്കറിയത്തില്ല ഇതിനെക്കുറിച്ചൊന്നും. പക്ഷെ ആ പെണ്ണ് ഒരിക്കലും ഒരു ആത്മഹത്യ ചെയ്യുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അത്രയും നല്ലൊരു പെണ്ണാ, അത്രയും എനിക്കറിയാം. ഉണ്ട്. ഇടപെടുമ്പോഴൊന്നും അത് ഇങ്ങനെ ഒരു കാര്യങ്ങളോ അത് അത്രയും നല്ല വകുപ്പിലിരിക്കുന്ന ഒരു പെണ്ണല്ലേ. ഒരിക്കലും അത് ആരോടും പറഞ്ഞിട്ടില്ല. ഒരിക്കലും നല്ലൊരു പെണ്ണാ. എന്നോട് എപ്പോഴും പറയുന്നത് എന്റെ മോന് പിള്ളേരില്ല, 5 വർഷമായി കല്യാണം. എന്നോട് എന്നും പറയും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ആന്റി ഉണ്ടായിക്കോളും കേട്ടോ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുന്ന ഒരു കൊച്ചായിരുന്നു. ആ കൊച്ചിനെ കൊണ്ട് എന്റെ കൈ തരും, ഞാൻ അതിന് ഉമ്മ വെക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇളയ കൊച്ചിനെ. എനിക്കൊരു കടയുണ്ട്, ഞാൻ ആ കടയിൽ. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇതിന്റെ എന്നാണ് സത്യാവസ്ഥ ഞങ്ങൾക്ക് അറിയണം. വീട്ടുകാരെയൊക്കെ അറിയാം. അവരുമായിട്ട് നമ്മൾ വലിയ സഹകരണമൊന്നും. ദീന ടീച്ചർ എന്റെ മക്കളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ടീച്ചറെ പറ്റി ടീച്ചർ അടിക്കാൻ പിടിക്കുകയൊക്കെ ചെയ്യുന്ന ടീച്ചറായിരുന്നു അവരൊക്കെ പറയുന്നുണ്ട്. നല്ല അഭിപ്രായം എന്ന് പറഞ്ഞാൽ പിള്ളേര് ടീച്ചർമാരെ പേടിയല്ലേ. അവർ വല്ലവരും വന്ന് വല്ലതും പറയുമോ? ഇല്ല. ആത്മഹത്യ ചെയ്യാൻ യാതൊരു കാര്യമില്ലെന്നുള്ളതാ. അത് കടയിൽ വരുന്ന എനിക്കൊരു കടയുണ്ട്. അപ്പൊ കടയിൽ വരുമ്പോൾ ഞാൻ ഏത് കുഞ്ഞുങ്ങളെ കാണുമ്പോഴും എടുക്കും. അങ്ങനെ ഞാൻ ഇതിനെ എടുക്കുമായിരുന്നു. അത്രയുള്ള ഇതേ ഉള്ളൂ. ആ കൊച്ചു അവിടെ വന്നൊരു വർത്താനം പറയുക ഇരിക്കൊന്നുമില്ല. കടയിൽ വരുന്ന സാധനം മേടിക്കും പോകും. അത് പിന്നെ അവരുടെ വീട്ടിൽ നിന്ന് വാഴക്കൊലയുള്ളതൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് തരുന്നത്. ജിസ്മോളും വരുന്ന, ജിസ്മോടെ അപ്പൻ കൊലയും കൊണ്ട് വരുന്ന, ഇവിടുത്തെ ജിമ്മിയും വരുന്ന കടയിൽ, അവിടെ നിൽക്കുന്ന വേലക്കാരത്തിയൊക്കെ വരുന്ന കടയിൽ. പക്ഷെ അവരാരും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അവരുടെ നാട്ടുകാരോടൊപ്പം നമ്മളും ചേരുകയാണ്. ജിസ്മോളുടെ കുഞ്ഞുങ്ങൾക്ക് മരണത്തിന് കാരണമായ കാരണക്കാരെ അല്ലെങ്കിൽ എന്ത് കാര്യം കൊണ്ടാണ് അവർ മരിച്ചത് എന്നതൊക്കെ എത്രയും വേഗം അറിയേണ്ടതുണ്ട്. പോലീസ് ശക്തമായ രീതിയിൽ തന്നെ ഈ കേസ് അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് അതിനൊക്കെ ഒരു മറുപടി കിട്ടത്തുള്ളൂ. നമുക്ക് കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപേണ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം. ബൈ.